ഹായ് ഓൾ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് റിലേറ്റീവ് സ്പീഡ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. ഇനി നമുക്ക് ഇന്ന് റിലേറ്റീവ് സ്പീഡ് എന്താന്ന് പഠിച്ചാലോ. ഇപ്പൊ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞതും പിന്നെ സ്കൂളിൽ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. ഒരു സെയിം ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് എന്താ പറയുക, സ്പീഡ് തമ്മിൽ മൈനസ് ചെയ്യണം, ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് സ്പീഡ് തമ്മിൽ ആഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒക്കെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എക്സാം ഹോളിൽ പോകുമ്പോഴത്തേക്ക് ആഡ് ചെയ്യണേനോ അല്ലെങ്കിൽ മൈനസ് ചെയ്യണേരുന്നോ ആകെ കൺഫ്യൂഷനാ. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉള്ളത്, എന്താണ് ഈ ടോപ്പിക്കിൽ പറയുന്നതെന്ന് ആർക്കും അറിയില്ല. ടീച്ചർ എന്ത് പറയുന്നു അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു റിലേറ്റീവ് സ്പീഡിനെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാലോ. ഓക്കെ, അപ്പൊ നോക്കിക്കോ. റിലേറ്റീവ് സ്പീഡ്, ഞാൻ ഒരു ഇതിനെ നേരിട്ടിട്ട് പറയുന്നതിന് പകരം ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു പോലീസ് ട്രാവൽ ചെയ്യാണ്, ഒരു തീഫും ഉണ്ട്. അപ്പം ഈ പോലീസിന് ഈ തീഫിനെ പിടിക്കണം. രണ്ടാളും ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്ക്, പോലീസ് ആ കള്ളനെ പിടിക്കണം. എന്തായാലും കള്ളൻ പോലീസിന് മുന്നിലാണ് അപ്പൊ ട്രാവൽ ചെയ്യുന്നത്. ആ കള്ളനെ പിടിക്കണമെങ്കിൽ ആ കള്ളന്റെ സ്പീഡിനെക്കാട്ടിയും കുറച്ചും കൂടിയും കൂടുതൽ സ്പീഡിൽ പോയാൽ മാത്രമേ ഉള്ളൂ പോലീസിന് കള്ളനെ പിടിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, ഇനി പോലീസ് കുറവ് സ്പീഡിലാണെങ്കിൽ പോലീസിന് പിടിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സെയിം സ്പീഡിലാണെങ്കിലോ? അപ്പോഴും പറ്റൂല. ഈ പോലീസിന് ഒരിക്കലും ഈ ഡിസ്റ്റൻസ് കടന്നിട്ട് ഈ തീഫിനെ പിടിക്കാൻ പറ്റൂല. പോലീസ് എപ്പോഴും എന്താക്കണം, കള്ളൻ പോകുന്ന സ്പീഡിനെക്കാട്ടിയും കുറച്ചും കൂടി സ്പീഡ് കൂടുതൽ പോയാൽ മാത്രമേ ഉള്ളൂ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ കള്ളൻ പോകുന്ന സ്പീഡിനെക്കാട്ടിയും എത്ര സ്പീഡ് കൂടുതൽ പോലീസ് പോകണം. സോ ഇപ്പൊ ഈ പോലീസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 100 km/h ആൻഡ് തീഫ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 80 km/h ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 100 km/h ആണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ ഈ പോലീസിന് സഞ്ചരിക്കാൻ പറ്റും. ഇനി തീഫിനോ ഒരു മണിക്കൂറിൽ 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇവർക്ക് ഇടയിൽ 100 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഈ രണ്ട് ആളും ട്രാവൽ ചെയ്യാണ്, മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എത്ര ടൈം എടുത്താൽ അല്ലെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ഈ പോലീസിന് ഈ തീഫിനെ പിടിക്കാൻ പറ്റും എന്നതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ പറയാ, ലോജിക്കലി ചിന്തിച്ചിട്ട് നോക്കാം. ഓക്കെ, ഒരു റിലേറ്റീവ് സ്പീഡിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാല്, ഈ രണ്ടാളും ഒരേ ടൈമിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഒരു മണിക്കൂറിൽ ഈ പോലീസ് 100 കിലോമീറ്റർ സഞ്ചരിക്കും, ഒരു മണിക്കൂറിൽ ഈ തീഫ് 80 കിലോമീറ്ററും സഞ്ചരിക്കും. അങ്ങനാണെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഇവര് തമ്മിലുള്ള ഈ 100 കിലോമീറ്റർ 80 കിലോമീറ്റർ ആയിട്ട് മാറൂലേ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്? കാരണം എന്താ, ഈ തീഫും 100 കിലോമീറ്ററിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ തന്നെ ആയിരിക്കും. പക്ഷേ ഈ തീഫ് ഈ പോലീസിനെക്കാട്ടിയും 20 km/h സ്പീഡ് കുറവിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആഫ്റ്റർ എൻ അവർ ഇവർ തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ടാവും? ഒരു 20 കിലോമീറ്ററിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്നും കൂടി പറയാം. അപ്പൊ ഈ രണ്ടാളും ഒരേ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പോലീസിന് 100 കിലോമീറ്റർ ഒരു ഹവറിലും ഈ തീഫിന് 80 കിലോമീറ്റർ ഒരു ഹവറിലും സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ ആഫ്റ്റർ ആൻ അവർ, ഒരു അവറിന് ശേഷം ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് കുറയൂലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനാണെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും? 100 - 20, അതായത് 80 കിലോമീറ്റർ ആയിട്ട് മാറും. ഓക്കെ, ഇനി സെക്കൻഡ് ഹവർ, അതായത് അടുത്തൊരു മണിക്കൂറും കൂടി ഇവർ സഞ്ചരിക്കുകയാണെങ്കിലോ, ഈ 80യിൽ നിന്നും ഒരു 20 കിലോമീറ്ററും കൂടി കുറച്ചാലുള്ള 60 കിലോമീറ്റർ ആയിട്ട് മാറും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഒരു തേർഡ് അവർ, ഒരു മൂന്നാമത്തെ ഒരു അവറും കൂടി ഇവർ സഞ്ചരിക്കുകയാണെങ്കിലോ,
ഈ 60യിൽ നിന്നും ഒരു 20 കിലോമീറ്റർ കുറച്ചിട്ടുള്ള 40 കിലോമീറ്റർ ആയിട്ട് മാറും ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഒരു 4th ഹവർ സഞ്ചരിക്കുകയാണെങ്കിലോ ഈ 40യിൽ നിന്നും ഒരു 20 കുറച്ചിട്ടുള്ള 20 കിലോമീറ്റർ ആയിട്ട് മാറും ഇവരുടെ ഡിസ്റ്റൻസ്. ഇനി 5th ഹവറിലോ ഈ 20യിൽ നിന്നും 20 കുറച്ചിട്ടുള്ള 0 കിലോമീറ്റർ. ഇനി അഥവാ ഈ പോലീസുകാരന് ഈ തീഫിനെ പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ എന്ത് മനസ്സിലായി? 5 മണിക്കൂർ എടുത്തിട്ടാണ് ഈ പോലീസ് ഈ തീഫിനെ പിടിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഫിസിക്സിന്റെ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നുപോയി ചെയ്താലോ? ഓക്കെ, ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിലേറ്റീവ് സ്പീഡ് ആയതിനെക്കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡിഫറൻസ് ഇൻ സ്പീഡ് എന്ന് പറയാം. എന്താണ്? ഡിഫറൻസ് ഇൻ സ്പീഡ് ആണ് നമ്മളുടെ ടൈം എന്ന് പറയാം. ഓക്കെ, അങ്ങനാണെങ്കിൽ നമ്മളുടെ ഇനീഷ്യലി ഉള്ള ഡിസ്റ്റൻസ് എന്താണ്? 100 കിലോമീറ്റർ ആണ് നമ്മളുടെ ഇനീഷ്യലി ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സ്പീഡ് എന്താണ്? ഇവിടെ എന്താ പറയാ? 100 കിലോമീറ്റർ ആണ്, കിലോമീറ്റർ പെർ ഹവർ ആണ് പോലീസിൻ്റെത്. ആൻഡ് തീഫിൻ്റെതോ 80 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇനി ഇതൊന്ന് നോക്കിക്കോ. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 20 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 5 ഹവർ എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? നമ്മൾ ഫിസിക്സിൽ ബേസിക് ആയിട്ട് ടൈം കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സെയിം ഇക്വേഷൻ ആണ് നമ്മൾ ഒരു ഇക്വേഷനും ഇല്ലാതെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് കടന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഒന്നും കൂടിയും പറഞ്ഞാല് എന്താ പറയാ, ഈ ഒരു പോലീസ് ഒരു ഹവറിൽ 100 കിലോമീറ്ററും തീഫ് ഒരു ഹവറിൽ 80 കിലോമീറ്ററും സഞ്ചരിക്കും. ഇനീഷ്യലി ഇവര് തമ്മിൽ 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി ഒരു റിലേറ്റീവ് സ്പീഡ് പറയുന്ന സമയത്ത് അവര് രണ്ടുപേരും ഒരേ ടൈമിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്തത് അവരുടെ ട്രാവലിങ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ എൻ അവർ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താകും? 20 കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഈ തീഫിന് ഈ പോലീസുകാരനെക്കാട്ടും 20 കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസ്റ്റൻസ് എന്താകും? ആഫ്റ്റർ എൻ അവർ 20 കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ടാവും, അഥവാ 80 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അങ്ങനാണെങ്കിൽ ഒരു സെക്കൻഡ് ഹവർ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഡിസ്റ്റൻസ് എന്താ? ഫസ്റ്റ് ഹവറിൽ ഇവരുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 18 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. സെക്കൻഡ് ഹവർ ആവുമ്പോഴത്തേക്ക് ഈ 18 കിലോമീറ്ററിന് ഒരു 20 കിലോമീറ്ററും കൂടി കുറഞ്ഞിട്ടുള്ള എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 60 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. തേർഡ് ഹവർ ആവുമ്പോഴത്തേക്ക് 60ന്ന് വീണ്ടും 20 കിലോമീറ്റർ കുറഞ്ഞിട്ട് എന്തായിട്ടുണ്ടാകും? 40 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഇനി 40ന്ന് വീണ്ടും 4th ഹവർ ആവുമ്പോഴത്തേക്ക് 20 കിലോമീറ്റർ കുറഞ്ഞിട്ട് വീണ്ടും 20 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി 5th ഹവറിൽ എന്തോ സംഭവിക്കും? ഈ 20 കിലോമീറ്ററിന് വീണ്ടും 20 കിലോമീറ്റർ കുറഞ്ഞിട്ട് 0 കിലോമീറ്റർ, അഥവാ ഈ പോലീസിനെ കള്ളനെ പിടിക്കാൻ പറ്റും. അതായത് ഇയാള് 5 ഹവർ എടുത്തിട്ടാണ് എന്താക്കുന്നത്? ഈ കള്ളനെ പിടിക്കുന്നത്. ആൻഡ് അതാണ് നമ്മൾ ഈ ഫിസിക്സിൽ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്യുന്നത്. അധിക ആൾക്കാരും ഈ ഇക്വേഷൻ അങ്ങോട്ട് ബൈഹാർട്ട് ആക്കി പഠിച്ച് എക്സാമിന് പോവാണ്. സോ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തതോടെ മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഈസ് ദിസ് ഇക്വേഷൻ മീൻസ്. ഈ ഇക്വേഷൻ എന്താണ് പറയുന്നത്? ഓക്കെ, ആ ഒരു കാര്യം ഘട്ടമായിട്ട് നമ്മൾ ചിന്തിച്ച് അതിലേക്ക് എത്തുന്നതിന് പകരം ഒരു സിംപ്ലി നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടെത്തി. അപ്പം ഈ ഇക്വേഷനും ഈ തിയറിയും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ഒരു ഇത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സെയിം ഡയറക്ഷനിൽ വരുന്ന സമയത്ത് റിലേറ്റീവ് സ്പീഡിന് എന്ത് സംഭവിക്കുന്നു, ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന റിലേറ്റീവ് സ്പീഡിന് എന്ത് സംഭവിക്കുന്നു. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നോക്കിക്കോ. ഈ ഒരു തീഫ് ഓടിപ്പോവാണ്. ഓക്കെ, അപ്പൊ ഓടിപ്പോകുന്ന സമയത്ത് തീഫാണ്, എക്സ്പേർട്ട് ആയിരിക്കും ഓട്ടത്തില്. അപ്പം ഒരു പോലീസുകാരൻ ഈ ബാക്കിൽ നിന്ന് ഓടി എന്ന് വിചാരിച്ചിട്ട് തീഫിനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം എന്താണ്, വേറൊരു പോലീസുകാരൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരികയാണ്. എന്നാൽ രണ്ടാക്കും കൂടി കള്ളനെ പിടിക്കാലോ. സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ പോലീസുകാരൻ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 10 മീറ്റർ ഡിസ്റ്റൻസ് ആള് ട്രാവൽ ചെയ്യും. ഓക്കെ, ഇനി ഈ തീഫ് ആണെങ്കിലോ 8 മീറ്റർ പെർ സെക്കൻഡ്, അഥവാ ഒരു സെക്കൻഡിൽ 8 മീറ്റർ ഡിസ്റ്റൻസ്
ഇയാള് ഓടും. ഇനി അതേപോലെ ഈ പോലീസ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 10 മീറ്റർ ഓടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനാണ് ഇവർ പോകുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവർക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തുണ്ട്? ഇവര് തമ്മിലും 50 മീറ്റർ ഉണ്ട്, ഇവര് തമ്മിലും 50 മീറ്റർ ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവർ രണ്ടാളും ഓടുന്നത് സെയിം ഡയറക്ഷനിലാണ്. ഈ തീഫ് ആണെങ്കിലും ഈ പോലീസ് ആണെങ്കിലും ഇങ്ങോട്ടാണ് ഓടുന്നത്, പക്ഷെ മറ്റേ പോലീസുകാരൻ ഇങ്ങോട്ടാണ് ഓടുന്നത്. ഇനി ഇവർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഒരു സെക്കൻഡിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഒക്കെ ഓടുന്നത് ഒരേ ടൈമിലായതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡിന് ശേഷം ഇവര് തമ്മിലുള്ള സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ് കുറവായതും കൊണ്ട് തന്നെ ഈ പോലീസുകാരൻ ഇവനെ കാട്ടിയും ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് കൂടുതൽ സഞ്ചരിക്കുമല്ലോ. ഓക്കെ, ആ സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള ഈ 15 മീറ്ററിൽ നിന്നും ഒരു 2 മീറ്റർ കുറഞ്ഞിട്ടായിരിക്കും ആഫ്റ്റർ എ സെക്കൻഡ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വരിക. അഥവാ ഒരു സെക്കൻഡിന് ശേഷം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 48 മീറ്റർ ആയിട്ട് മാറും. ഇനി അടുത്തൊരു സെക്കൻഡില് എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഈ പോലീസുകാരൻ എന്താക്കും? 2 മീറ്റർ കൂടുതൽ ഓടും. ഓക്കെ, ആ സമയത്ത് ഈ 48ൽ നിന്നും വീണ്ടും 46 മീറ്റർ ആയിട്ട് മാറും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുന്ന കാര്യം നോക്കിക്കോ. ഓക്കെ, ഇയാള് ഇങ്ങോട്ട് 8 മീറ്റർ ആണ് ഓടുന്നത്, ഇയാള് ഇങ്ങോട്ടും ആണ് ഓടുന്നത്. അപ്പം ഫസ്റ്റത്തെ സെക്കൻഡില് ഈ തീഫ് 8 മീറ്റർ ഇങ്ങോട്ട് ദൂരത്തിൽ എത്തിപ്പെടും. ആൻഡ് ദ സെയിം ടൈം ഈ പോലീസുകാരൻ 10 മീറ്റർ ഇങ്ങോട്ടും എന്താണ് മുന്നോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പാർട്ട് മാത്രമായിട്ട് മാറും. ക്ലിയർ ആണോ? ഈ ഒരു പാർട്ട് മാത്രമായിട്ട് മാറും ഇവര് തമ്മിലുള്ള ഇനിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനാണെങ്കിൽ ഇതെന്താണ്? ഈ 50ൽ നിന്ന് ഈ 50ൽ ഇനീഷ്യലി ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിൽ നിന്നും ഈ ഇവിടേക്ക് വന്നിട്ടുള്ള ഈ 10ഉം ഇവിടേക്ക് വന്നിട്ടുള്ള 8 മീറ്ററും കൂട്ടിയിട്ട് കിട്ടുന്ന 18 മീറ്റർ ഈ 50 മീറ്ററിൽ നിന്നും കുറച്ചാൽ കിട്ടുന്നതായിരിക്കും പിന്നെ ആഫ്റ്റർ എ സെക്കൻഡിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നും കൂടി പറയാം. ഇപ്പതാ ഇതൊരു 50 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ 8 മീറ്റർ തീഫ് കവർ ചെയ്തു ഒരു സെക്കൻഡിന് ശേഷം. 10 മീറ്റർ പോലീസുകാരനും കവർ ചെയ്തു ഒരു സെക്കൻഡിന് ശേഷം. ഇനി നമുക്ക് ഇവർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗമല്ലേ വേണ്ടിയുള്ളൂ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ 50ൽ നിന്നും ഈ 10ഉം പിന്നെ ഈ 8ഉം കുറച്ചതായിരിക്കുമല്ലോ ഇവിടെ ഉള്ള ഭാഗം ആണല്ലോ. അതായത് 50ൽ നിന്നും 50 മൈനസ് എന്താണ് 10 പ്ലസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 18. അതെന്താണ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, 32 മീറ്റർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സെക്കൻഡില് ഇവര് 18 മീറ്റർ ഡിസ്റ്റൻസ് അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പം ഫസ്റ്റ് സെക്കൻഡിൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 32 ആയിട്ട് കുറയും. ആൻഡ് സെക്കൻഡിൽ വീണ്ടും എന്താകും? ഈ 32ൽ നിന്നും ഒരു 18 മീറ്റർ കുറയ്ക്കേണ്ടി വരും. ഓക്കെ, കാരണം എന്താ? ഓരോ സെക്കൻഡിലും ഇവർ 18 മീറ്റർ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് ഒന്നും കൂടി വേണം നോക്കാം. ഓക്കെ, ഇവർക്കിടയിൽ എന്താണ് ഇപ്പം ഇതാ 32 മീറ്റർ ആണ് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ കള്ളൻ വീണ്ടും എന്താക്കി? ഒരു 8 മീറ്റർ മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട് അടുത്ത സെക്കൻഡിലും. ഇനി ഈ പോലീസുകാരൻ വീണ്ടും എന്താക്കുന്നുണ്ട്? ഒരു 10 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട് അടുത്ത സെക്കൻഡിലും. അപ്പൊ ഇനി ബാക്കിയുള്ള എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? അത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 32ൽ നിന്നും ഈ 10 പ്ലസ് 8 കുറച്ചത്, അഥവാ 32ൽ നിന്നും 18 കുറച്ചത്, അതെന്താണ്?
14 മീറ്റർ ആയിരിക്കും. അതായത് ഞാൻ ഇവിടെ 14 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓരോ സെക്കൻഡിലും ഇവര് 18 മീറ്റർ ഡിസ്റ്റൻസ് എന്താക്കുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോരുന്നുണ്ട് എന്ന് മനസ്സിലായി. അഥവാ നമുക്ക് എന്ത് പറയാം, ഇൻ 1 സെക്കൻഡ് അവര് എത്ര അടുത്തേക്ക് വരുന്നുണ്ട്, 18 മീറ്റർ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 18 മീറ്റർ ഡിസ്റ്റൻസ് അടുത്തേക്ക് വരുന്നു എന്ന് പറയുന്ന ഈ 18 മീറ്റർ ആയിരിക്കും ഈ ഒരു കേസിൽ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ എത്ര അടുത്തേക്ക് അവർ വരുന്നു എന്നതാണ് നമുക്ക് റിലേറ്റീവ് സ്പീഡിന് കൊടുക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ. ഒരു സെക്കൻഡിൽ എത്ര അടുത്തേക്ക് വരുന്നു. ഓക്കെ, ഇനി ഇതോ? ഓക്കെ, ഇവിടെ എന്താണ്, ഒരു 2 മീറ്റർ ആണ് ഇവർ ഓരോ സെക്കൻഡിലും അടുത്തേക്ക് വരുന്നത് അല്ലെ. 2 മീറ്റർ ആണ് ഇവർക്ക് ഓരോ സെക്കൻഡിലും എന്താക്കുന്നത്, ഇവർ അടുത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറയുന്നത്. 2 മീറ്റർ ആണ് കുറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 2 മീറ്റർ ഇൻ 1 സെക്കൻഡ്. ഇനി അതല്ലെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് റിലേറ്റീവ് സ്പീഡ്, നമുക്ക് ഈ പ്രോബ്ലം കണ്ടിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സെക്കൻഡിൽ ഇനി അല്ലെങ്കിൽ ഒരു ഹവറിൽ എത്ര ഡിസ്റ്റൻസ് ഇവര് അടുത്തേക്ക് വരുന്നു എന്ന് നോക്കിയാല് അതാണ് നമ്മൾ ഇവിടെ റിലേറ്റീവ് സ്പീഡായിട്ട് കൂട്ടുന്നത്. നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമ്മളിപ്പോ ഒരു വണ്ടി എടുത്തിട്ട് നേരെ ഇങ്ങനെ പോവാണ്. ഓക്കെ, നമ്മൾ നേരെ പോവാണെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റിൽ വേറൊരു വണ്ടി വരികയാണെങ്കിൽ നമ്മളിപ്പോ നിന്നിട്ട് ഒരു വണ്ടീനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ഒരു വണ്ടിക്ക് എന്താ പറയാ, ഒരു നിശ്ചിത സ്പീഡ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ നമ്മളും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള വണ്ടിയും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡ് ആ വണ്ടിക്ക് കൂടുതലുള്ള പോലെ തോന്നും. കുറച്ച് സ്പീഡിൽ നമ്മളടുത്തേക്ക് ഇങ്ങനെ വരുന്നത് പോലെ തോന്നും. കാരണം എന്താ, ആ സമയത്ത് നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്പീഡും ആ സ്പീഡും കൂടിയും എന്താകുന്നത്, നമ്മൾ കാണുന്ന നമ്മൾ ഫീൽ ചെയ്യുന്ന സ്പീഡിലേക്ക് ആഡ് ആവുക ചെയ്യുന്നത്. നമ്മളെ സ്പീഡും ആ വരുന്ന സ്പീഡും നമ്മൾ ഫീൽ ചെയ്യുന്ന സ്പീഡിലേക്ക് ആഡ് ആവുക ചെയ്യുന്നത്. ആ ഒരു ആഡിങ് ആണ് എന്ത് വരുന്നത്, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഓക്കെ, ഇനി മറ്റേ ഇവിടുത്തെ കേസിൽ എന്താ വരുന്നത്, ഓരോ സെക്കൻഡിന് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓരോ ഹവറിൽ കഴിഞ്ഞാലും ഈ ബാക്കിലുള്ള വെഹിക്കിള് മറ്റേ വെഹിക്കിളിന്റെ അടുത്തേക്ക് എത്ര പെട്ടെന്ന് എത്തുന്നു, ഇനി അല്ലെങ്കിൽ എത്ര സ്പീഡിൽ എത്തുന്നു, ഇനി അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും എത്ര ഡിസ്റ്റൻസ് കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുന്നു, എത്ര സ്പീഡ് കൂടുതൽ എടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ നൗ. റിലേറ്റീവ് സ്പീഡിനെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാം, ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം മറ്റൊരു ഒബ്ജക്റ്റില് എത്ര ഡിസ്റ്റൻസ് എത്ര സ്പീഡ് കൂടുതലുണ്ട്, ഇനി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ മറ്റൊരു ഒബ്ജക്റ്റ് എത്ര സ്പീഡ് കൂടുതൽ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കൂടുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ട് മറ്റേതിനെ കണ്ടുപിടിക്കുക. ഓക്കെ, അതിനാണ് നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇത് നോക്കുകയാണെങ്കിലോ, ഇനി ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഇനി ഒന്നിനെ റിലേറ്റ് ചെയ്ത് മറ്റേനോ എത്ര സ്പീഡ് കൂടുതൽ എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അറിയാലോ, ഒന്നിൽ നിന്നും മറ്റേതിന് എത്ര കൂടുതൽ ഉണ്ട് എന്ന് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, എത്ര ഡിഫറൻസ് കൂടുതൽ ഉണ്ടാവുന്നത്, നമ്മൾ അവിടെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്, എത്ര കൂടുതൽ എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഡിഫറൻസ് നോക്കി എപ്പോഴും എന്താണ്, ഒന്നിൽ നിന്ന് അടുത്തതിനെ കുറച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. സ്പീഡാണ്, ഒരിക്കലും നെഗറ്റീവ് വരൂല. അപ്പൊ നമ്മൾ വലുതിന് ചെറുതിനെ കുറയ്ക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന കേസിൽ എന്താ നമ്മൾ ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു വെഹിക്കിളിനെ നോക്കുന്ന സമയത്ത് ആ വെഹിക്കിൾ നമ്മളെ സ്പീഡും, നമ്മൾ ഓൾറെഡി ഒരു സ്പീഡിലാണ്, ആ വെഹിക്കിൾ ഇങ്ങോട്ടും ഒരു സ്പീഡിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്പീഡ്, ഓക്കെ, നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്പീഡിനെ എങ്ങനെ നമുക്ക് ആ സ്പീഡിനെ അളക്കാൻ പറ്റുക? നമ്മൾ പോകുന്ന സ്പീഡ് പ്ലസ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സ്പീഡ്, അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഡാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതല്ലാതെ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ വെഹിക്കിളിന്റെ സ്പീഡ് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുക? അല്ല, നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുക നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് പ്ലസ്
അതിങ്ങോട്ട് വരുന്ന സ്പീഡാണ്. കാരണം ആ ഒരു വെഹിക്കിള് 30 km/h ആ വെഹിക്കിൾ വരുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുക അതിനെക്കാട്ടും കുറച്ച് കൂടുതലായിരിക്കും. ഏത് കേസിന് വേണേ നോക്കിക്കോ. ഇപ്പൊ ഒരു ട്രെയിനിൽ പോകുന്ന കേസ് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൽ ഒരു നിർത്തിയിട്ട ട്രെയിനിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്തൊരു ട്രെയിന് പോവാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇത് എങ്ങനെയാണ്, ആ ട്രെയിനിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മളെ ട്രെയിനും ഓപ്പോസിറ്റുള്ള ട്രെയിനും ഒരുമിച്ച് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണെങ്കിലോ നമ്മളൊരു ഇങ്ങനെ ഇങ്ങനെ ഒരു പോക്ക് ഇങ്ങോട്ട് പോകുന്നേ കാണുള്ളൂ, നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കാരണം എന്താണ്, ബോത്ത് ആർ ഇൻ സ്പീഡ്. സോ നമ്മൾ കാണുമ്പോ എന്താണ്, റിലേറ്റീവ് സ്പീഡാണ് നമ്മൾ കാണുന്നത്. സോ ആ ഒരു സമയത്ത് സ്പീഡ് കൂടും. കാരണം എന്താണ്, ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി സെയിം ഡയറക്ഷനിലാണെങ്കിലോ നമുക്ക് സ്പീഡ് ഒന്നും കൂടി കുറഞ്ഞിട്ടാ ഫീൽ ചെയ്യുക. ഓപ്പോസിറ്റ് ഉള്ള സമയത്താണ് നമ്മളെ സ്പീഡ് ഇങ്ങോട്ട് ഇങ്ങനെ, മറ്റേത് ഇങ്ങോട്ട് ഇങ്ങനെ. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് കാണാം. പക്ഷെ മറ്റേതാണെങ്കിലോ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആണെങ്കിലും എത്ര സ്പീഡിലാണെങ്കിലും നമ്മളെ സ്പീഡും ഓരോ സ്പീഡും ഈ രണ്ട് സ്പീഡിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്പീഡിലാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഓടുകയാണ്, ഇതിന്റെ കൂടെ തന്നെ വേറൊരാളും ഓടുകയാണെങ്കിൽ നമുക്ക് ആ ആളെ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, നമ്മളെ സ്പീഡിന്ന് ആ ആളെ സ്പീഡ് കുറയ്ക്കുമ്പോൾ ഉള്ള ഒരു സ്പീഡാണ് കിട്ടുക. പക്ഷെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഓടുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ ആളെടുത്ത് എത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം അതാണ് ഇവിടെ തമ്മിലുള്ള ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ നൗ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്ക് റിലേറ്റീവ് സ്പീഡിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഐ തിങ്ക് അതിലൂടെ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.